വെൽക്കം ബാക്ക്. പിന്നത്തെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് പഞ്ചസാരയും എഗ്ഗുമാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലവറോ ഒന്നുമില്ല. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇനി പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് ബ്രൗൺ കളറാവും. അപ്പോൾ ഒരു കൈപ്പിടി ഇഷ്ടമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ ഒരു ബൗളിലാണ് ഞാൻ ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്, അല്ലാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു പുഡിങ്ങിലേക്ക് നമുക്ക് 2 മുട്ടൻ്റെ വൈറ്റാണ് വേണ്ടത്, മഞ്ഞ വേണ്ട. ഇതിലേക്ക് വൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് മുട്ടൻ്റെ വെള്ള ചേർത്ത് കൊടുക്കാം. ഈ എഗ് വൈറ്റ് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ എഗ്ഗ് ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഈ സ്പീഡൊന്ന് മാറ്റുക, ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് മാറ്റുക. എന്നിട്ട് നല്ല ക്രീമി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു സ്റ്റിഫ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ എഗ് വൈറ്റ് നല്ലോണം ബീറ്റായിട്ട് നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് ബീറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. നല്ലോണം ഫ്ലഫി ആയിട്ടുണ്ട് ഇത്. ഇനി നെക്സ്റ്റ് പുഡിങ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എഗ് വൈറ്റിൻ്റെ മിക്സ് ആദ്യം ഒന്ന് സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ പുഡിങ് റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് ചേർക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇരിക്കും, നല്ല ക്രീമിയാണ് കാണാനായിട്ട്. ഇനി എഗ് വൈറ്റിൻ്റെ മിക്സ് നമ്മൾ പുഡിങ് റെഡിയാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ലെവൽ ചെയ്യുക. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം, അതായത് ഒന്ന് തട്ടിക്കൊടുക്കുക. നമ്മൾ കേക്ക് ബാറ്ററൊക്കെ ടിന്നിൽ ഒഴിക്കുന്ന സമയത്ത് ടാപ്പ് ചെയ്യില്ല, അതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ എയർ ബബിൾസ് ഉണ്ടാവും, അപ്പോൾ നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോവും. അതുകൊണ്ട് എയർ ബബിൾസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പുഡിങ് റെഡിയാക്കുന്നത് സ്റ്റീം ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഈ പാത്രം ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. നല്ല ടൈറ്റിൽ കവർ ചെയ്യുക. അപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഈ പുഡിങ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രം നന്നായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ പാത്രം ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം.
എന്നിട്ട് മൂടി വെക്കാം. മൂടി വെക്കാന്ന് വെച്ചാൽ ടൈറ്റിൽ മൂടി വെക്കരുത്, ചെറുതായിട്ടൊരു ഗ്യാപ്പ് വെച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ മൂടി വെക്കാനായിട്ട്, അല്ലെങ്കിൽ എഗ്ഗ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യുക. മൂന്ന് മിനിറ്റ് മതിയിട്ട് ഈ പുഡിങ് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് സ്റ്റീമറിൽ നിന്ന് മാറ്റാണ്. നമ്മൾ ഏത് പ്ലേറ്റിലേക്കാണ് സെർവ് ചെയ്യാൻ എടുക്കുന്നത് ആ പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കുക. പതുക്കെ ചെയ്യണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്, അതുകൊണ്ട് പതുക്കെ നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കുക. ഇത്ര ഡാർക്ക്നെസ് ഒന്നും ഈ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗറിനില്ല. ക്യാമറയിൽ കാണുമ്പോൾ നല്ല ഡാർക്കായിട്ട് തോന്നിയാണ്. പിന്നെ കുറച്ച് എഗ്ഗിൻ്റെ മിക്സൂടെ ബാക്കിയുണ്ട്, അതുകൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നമ്മൾ വായിലിട്ടതിനും മെൽട്ടാകുന്ന ആ ഒരു ടെക്സ്ചറാണ് ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ പേര് മോളോട്ടോവ് പുഡിംഗ് എന്നാണ്. ഒരു പോർച്ചുഗീസ് സ്വീറ്റാണിത്, ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ പുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ആ സമയത്ത് ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.